ഹലോ ഗായ്സ്, ഞാൻ വെളിയിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ വെളിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നതെന്ന് തോന്നിയ അപ്പോഴതേ ഇതേ കണക്ക് വന്ന് കിടക്കും കേട്ടോ. ഇന്നെന്തോ ഭയങ്കര ആക്റ്റീവായിരുന്നു പുള്ളിക്കാരി. കൂടെ നടക്കൊക്കെ വരുന്നു, ഇങ്ങനെ വന്ന് അടുത്ത് കിടക്കൊക്കെ ഇതേപോലെ എന്തോന്നെങ്കിലും ചോദിച്ചാൽ സംസാരിക്കൊക്കെ. ഫുഡ് കഴിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേനും സംസാരിക്കുകയാണ് ഗായ്സ്. എന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി. ഈ അടുക്കളയിൽ പോകാൻ നേരത്തെ ഇവളിങ്ങനെ വന്ന് നമ്മളെ കൂടെ വരും. കാരണം ഇവളെ ഫുഡ് അടുക്കളയിലാണ് ഇരിക്കുന്നത്. അത് അവൾക്ക് നല്ലപോലെ അറിയാം, ഇരിക്കുന്ന സ്ഥലവും അറിയാം. നമ്മൾ ആരിപ്പം അടുക്കളയിൽ കയറിയാലും അപ്പോഴിവിടെ കൂടെ വരും കേട്ടോ. ഇപ്പം അവളെ ഫുഡ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇവളിപ്പം എത്തി നോക്കും. കണ്ടോ, ആ ചോറ്റുപാത്രത്തിൻ്റെ അകത്താണ് അവളെ ഫുഡ് ഇരിക്കുന്നത്. അത് അവൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നമ്മൾ എപ്പോൾ കയറിയാലും ഇതേ കണക്ക് അതിൻ്റെ മണ്ടയിൽ കൈയും വെച്ച് ഇങ്ങനെ എണീച്ച് നിന്ന് വിളിയോട് വിളിയാണ്. പക്ഷെ എപ്പോഴെപ്പോഴും ഫുഡ് കൊടുത്തുവിടല്ലോ, അതുകൊണ്ട് കൊടുക്കത്തില്ല. ഇച്ചിരി ഇവൾക്കൊരു സമയക്രമമൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഇവൾ വെളിയിൽ പോയി നമ്മൾ കാണാതെ വെളിയിൽ പോയി കാണാതായ നമ്മൾ ഈ പാത്രം എടുത്തിട്ട് രണ്ടടി അടിക്കും ഗൈസ്. അപ്പോഴത്തേനും ഇവൾ എവിടെ നിന്നാലും ഓടി വരും. ഇവൾ ഈ കളറായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇവൾ ഇങ്ങനെ കയറി കിടക്കും. ഇതിപ്പം ഇവിടെ സ്ഥിരം ജോലിയാണ്. നമ്മൾ അടുക്കളയിൽ കയറുമ്പോഴത്തേനും ഇവൾക്ക് ഫുഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവൾ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ കയറി കിടക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ കിടക്കണേ. പിന്നെ ഇവൾക്ക് മൈൻഡില്ല, ഇവൾ ആക്റ്റീവൊക്കെ പോയി. ഫുഡ് കഴിക്കുന്ന നേരെ ഇവൾക്ക് ഒരു ആക്റ്റീവ് ഉള്ളു. അത് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കര ക്ഷീണം, ഉറക്കം, അറിഞ്ഞൂടാ, ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരിയാണ്. പക്ഷെ ഫുഡ് നമ്മൾ അടുക്കളയിൽ പോവുമെങ്കിൽ നമുക്ക് മുമ്പേ അവളങ്ങ് എത്തും. നമ്മുടെ കൂടെ വരുന്നത് പോലും കണ്ടിട്ട് ഷൂ എന്ന് പറഞ്ഞു പോകും. ഇപ്പോൾ എന്തോ ഒരു ഇതിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ കിടന്നു കയറുന്നത്. അല്ലെങ്കിൽ തിരിഞ്ഞങ്ങ് കിടക്കും, എണീച്ച് പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.